എലപ്പുള്ളിയിൽ ഒയാസിസ് കമ്പനിക്കെതിരെ കേസെടുക്കാൻ അനുമതി തേടിയിരിക്കുന്നു. പാലക്കാട് താലൂക്ക് ലാൻഡ് ബോർഡ് അവർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറിക്ക്. ഒയാസിസ് കമ്പനി ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് ഭൂമി വാങ്ങി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഈ കക്ഷി ചർച്ചകളിലൊക്കെ CPI ഇതുമായി ബന്ധപ്പെട്ട് ജലക്ഷാമം ഇല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് CPM-ന് ഈ വിഷയത്തിൽ വഴങ്ങുമ്പോഴും അവരുടെ കയ്യിലുള്ള വകുപ്പ്, റവന്യൂ വകുപ്പ് ഉപയോഗിച്ച് ഈ ഒയാസിസിന് പരമാവധി കുരുക്കുണ്ടാക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ലക്ഷ്മി, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒയാസിസ് കമ്പനി ഈ ഭൂമിയിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിന് മുമ്പിൽ തന്നെ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ അപേക്ഷയിൽ തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെയാണ് സമാന്തരമായി ലാൻഡ് ബോർഡ് ഇത്തരത്തിൽ കേസെടുക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ മാർച്ച് 13-നാണ് സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് സെക്രട്ടറിക്ക് ഈ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർപേഴ്സൺ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ഒയാസിസ് കമ്പനി ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചുകൊണ്ട് ഭൂമി വാങ്ങിയിട്ടുണ്ട്. അവർ വാങ്ങിയിരിക്കുന്നത് 23.92 ഏക്കർ ഭൂമിയാണ്. 15 ഏക്കർ ഭൂമിയാണ് പരമാവധി ഒരു കമ്പനിക്ക് കൈവശം വെക്കാൻ കഴിയുള്ളൂ. അതിൽ കൂടുതൽ കൈവശം വെക്കണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം. ഈ പ്രത്യേക അനുമതിക്ക് വേണ്ടി ഒയാസിസ് കമ്പനി സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ അത് നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ലാൻഡ് ബോർഡ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 9 ഏക്കറോളം ഭൂമി അധികം കൈവശം വെച്ചിട്ടുണ്ട്. അതിനെതിരെ നടപടി വേണം, കേസെടുക്കാനുള്ള അനുമതി വേണം എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് സെക്രട്ടറിക്കാണ് നൽകിയിട്ടുള്ളത് മാർച്ച് 13-ന്. ഇനി ലാൻഡ് ബോർഡ് സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ചുള്ള അനുമതി നൽകേണ്ടത്. തുടർന്ന് ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കും. ലക്ഷ്മി പറയുന്നത് പോലെ തന്നെ നേരത്തെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIക്കുള്ളിൽ വലിയ തോതിലുള്ള എതിർപ്പും വിയോജിപ്പുകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാകണം ഇത്തരത്തിലൊരു നടപടിയുമായി അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. സാധാരണഗതിയിൽ ഒരു കമ്പനികൾ കൂടുതൽ, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ 15 ഏക്കറിൽ കൂടുതൽ കൈവശമുള്ള നിരവധി കമ്പനികളുണ്ട്. അവരെല്ലാം തന്നെ ഇത്തരത്തിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി മേടിച്ച് ഇളവ് നേടിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഇളവിന് വേണ്ടി ഈ കമ്പനി ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ അപേക്ഷയിൽ ഒരു തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ സമാന്തരമായി താലൂക്ക് ലാൻഡ് ബോർഡും ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. അതിന്റെ അനുമതി തേടിക്കൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും വളരെ പ്രധാനപ്പെട്ട വാർത്ത പങ്കുവച്ചത്.